ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്നലത്തെ ബർഗർ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണും. സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. ലാസ്റ്റൊക്കെ ആയപ്പം ഒരു വർഷം വാങ്ങിച്ച ബർഗർ എടുത്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഫുള്ളായ പോലെ ഒരു ഫീലിംഗ്. ആ മഷ്റൂം കഴിച്ചിട്ടുള്ള വല്ല പ്രശ്നമാണോന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ കട്ടയ്ക്ക് എൻ്റെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയും മറ്റേ എന്തോ പറയുമല്ലോ ഒരുമാതിരി തല കറങ്ങുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആയി പോയി കേസ്. അതാണ് ഞാൻ പെട്ടെന്ന് അവരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്. അത് എൻ്റെ വൈൻഡപ്പിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് അറിയാം. ഞാൻ ഇങ്ങനെ എടുത്തിയാടി ഓടുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വീട്ടിൽ വന്നിട്ട് ഒരു എന്താ പറയുമല്ലോ ഒരു അസിഡിറ്റിയുടെ ടാബ്ലറ്റ് കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് സെറ്റായത്. അപ്പം ഇനി എന്തായാലും ഞാൻ മഷ്റൂം കഴിക്കുന്നില്ല ഗൈസ്, റിസ്ക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുമല്ലോ ജീവൻ വെച്ച് കളിച്ചതാണ്. പക്ഷേ കിറങ്ങി വീഴാനുള്ളതായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. അതോ ഇനി വേറെ എന്തെങ്കിലും അസിഡിറ്റിയുടെ പ്രശ്നമാണോ ഒരു പിടിയില്ല. എന്തായാലും ഇന്നലെ തുടങ്ങിയ വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇന്നെന്തായാലും ഗൈസ് കാർത്തി വരുന്നുണ്ട്, കാർത്തിയും വർഷയും. ചിലപ്പോൾ ഹമ്പിളും കാണും. അപ്പം അവൻ കാലിക്കട്ടിൽ നിന്ന് കൊച്ചി വന്നിട്ടുണ്ട്. സോ ലെറ്റ് സീ ഗൈസ്, നമ്മളിന്ന് ചിലപ്പോൾ കൊക്കോ ട്രീയിലോട്ടായിരിക്കും പോകുന്നത്. കൊക്കോ ട്രീയിൽ പോയി ഷാസിൻ്റെ ഫേവറേറ്റ് സാലഡും എൻ്റെ ഫേവറേറ്റ് പാസ്തയും, അതാണ് പ്ലാൻ. സോ ലെറ്റ് സി. ഞാൻ ഈ ലൈറ്റിൻ്റെ നോക്കുകയാണ് ഗൈസ്. ഇതിലൊരു പുതിയ മോഡ് ഉണ്ടായിരുന്നു, പോർട്രേറ്റ് മോഡെന്നുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണം. സോ വേറൊരു കേസ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അത് ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് ഗൈസ്, ഒരു ചെടിച്ചട്ടി. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഞാൻ പൊട്ടിച്ചിട്ട് വരാം. ബൈ. അപ്പോൾ ഗൈസ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതിൻ്റെ അതിൻ്റെ പാക്കിങ് ഇങ്ങനെയാണ്. മുൾസ് 3D പ്രിൻറ്റിങ് എക്സലൻസ്. അപ്പോൾ 3D പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടാണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചത്. ഓ, നല്ല ലുട്ടാപ്പി സാധനമാണല്ലോ. ആ വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ വെച്ച് കുറച്ചുകൂടെ സൈസൊക്കെ ഉള്ള ഐറ്റമാണ്. ഓക്കെ, അവർ മാക്സിമം നല്ലപോലെയൊക്കെ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പൊടിഞ്ഞോ തകർന്നോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. 3D പ്രിൻ്റഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത ഫ്ലവർ പോട്ട്. ഇതിൽ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ചെടി വല്ലതും വെക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഇൻഡോർ പ്ലാന്റ് പോലെ എന്തെങ്കിലും ഒരു ഐറ്റം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പോക്കിമോൺ ഫ്ലവർ പോട്ട്? അത് ഓൺലൈൻ കണ്ടപ്പോൾ ഒരു രസം തോന്നി വാങ്ങിച്ചതാണ് ഗൈസ്. രസമുണ്ട്. ഇപ്പോൾ ഈ 3D പ്രിൻറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക ട്രെൻഡ് കിടക്കുകയാണ്. സുഹൈറും 3D പ്രിൻ്റ് തുടങ്ങിയിട്ടുണ്ട്. അവനും ഉണ്ട് ഇത് 3D പ്രിൻ്റർ. അവനും ഇതുപോലത്തെ നല്ല ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കലാണ് പരിപാടി. ഞാനല്ല എൻ്റെ ഈ ഒരു കീ ചെയിനൊക്കെ അവൻ 3D പ്രിൻ്റ് ചെയ്ത് തന്നെയാണ് സുഹൈർ. ഇപ്പോൾ വീട്ടിൽ 3D പ്രിൻ്റർ ഉള്ളവരെല്ലാവരും ഓൺലൈനിൽ ഒരു സ്റ്റോറും തുടങ്ങിയിട്ട് അവർ മാക്സിമം ഇതേപോലത്തെ ഫൺ സാധനങ്ങൾ, കീ ചെയിൻസും ഫ്ലവർ പോട്ട്സും ഫ്ലവർ വേസും ലാമ്പും ടേബിൾ ലാമ്പും അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട് ഗൈസ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നത് നല്ലൊരു ഐറ്റം ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ എന്തായാലും ഗൈസ് കാർത്തി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊക്കോട്രിയിൽ പോകാനുള്ള പ്ലാനാണ്. സി യു ഗൈസ്, ബൈ. ഒരു വിളി കേട്ടു ഞാൻ, എൻ്റെ ഗുരുവിൻ്റെ ഒരു വിളി. എവിടെ പോയി? എങ്ങനെയുണ്ടായിരുന്നു ഇടിയും മഴയും? സൂപ്പർ അല്ലേ? കിട്ടില്ല. പുതിയ ഫോർമാറ്റ് ട്രൈ ചെയ്യണം ഗൈസ്. പക്ഷേ സ്റ്റിൽ വൈഡാണല്ലോ. കൊള്ളാം. നല്ല ഇടിയാണ്. തൊട്ടപ്പുറത്താണ് കിടാം. ഞാൻ ചാടിയാണ് കഴിച്ചിട്ട്. സൂപ്പർ ഇടിയാണ്. ഒരെണ്ണം ഭയങ്കരമായിരുന്നു ഗൈസ്. കിട്ടില്ല ഇടിയും പിന്നല്ലായിരുന്നു. മോളിൽ പോയി ഹെലിപ്പാഡിൽ ഒരു ടൈം ലാപ്സും വെച്ചിരുന്നാലോ നാലോച്ചാ. കാരണം മറ്റേ തന്തൂരിയായിട്ടിരുന്നേനാ. തന്തൂരി ടൈം ലാപ്സ് ആയനാ ഗൈസ്. എന്നാണ്ട് ജസ്റ്റിന് രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ്, പ്ലാൻ ചെയ്തിട്ട് വരാം. വന്നാ വരട്ടെ. ഗുരു വന്ന് ഇന്നുണ്ട്. നല്ല ഞാൻ അനുഭവിച്ചേട്ടാ. നല്ല വീട്ടിൽ വന്നൊരു ഗുളി കഴിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അസിഡിറ്റി കയറിയതാണ് മഷ്റൂം കേട്ടാ. സത്യം ഞാൻ നോക്കിയപ്പോ എനിക്ക് എന്തോ ശ്വാസമൊക്കെ ഇങ്ങനെ സ്റ്റക്കായ പോലെ. ചൊറിച്ചിലല്ല, ശ്വാസം മുട്ടി. എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടിയടാ. ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ പെട്ടെന്ന് സൈലന്റ് ആയി വ്ളോഗിൽ. ഓ എനിക്കാണോ, ഞാൻ സ്റ്റക്കായി പോയി. വളരെ കൊതി വിട്ടതാണ് ഗൈസ്. ഞാൻ കുറച്ച് നാളായി മഷ്റൂം കഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കിയതാണ്. പക്ഷെ ഞാൻ നിർത്തി. എനിക്ക് അല്ലെങ്കിൽ മഷ്റൂം ഇഷ്ടമല്ല. ഞാൻ പിന്നെ സ്വിസ് ചീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മനം മയങ്ങിപ്പോയതാണ്. ഇനി എൻ്റെ ജന്മത്ത് ഞാനത് കഴിക്കില്ല ഗൈസ്. നോ മോർ മഷ്റൂം. സ്വിസ് ചീസ്. എടാ ഹമ്പിളിനെ വിളിച്ചാ? ഏത് മാമനാ? അതുകൊള്ളാം. വരുന്നുണ്ടോ? അവൻ ഇവിടെ വീട്ടിലാ? അപ്പോൾ ഒരുമിച്ച് ഇറങ്ങാം ഗൈസ്. ഷാസിൻ്റെ പുതിയ വീഡിയോ സ്നീക്ക് പീക്ക്. ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണേണ്ടതാണ്. ഇത് ഫസ്റ്റ് സ്നീക്ക് പീക്കാണ്. നമുക്ക് മാത്രമേ കാണിച്ചു തന്നുള്ളൂ. നല്ല കോമഡി ആയിട്ടുമാണ് ഗൈസ്. സാംസങ്ങിനുള്ള ഒരു പണിയാണ് ഇൻകമിങ്. എന്തായാലും നമ്മൾ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കൂടെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ കൊക്കോട്രി പോകുന്നതായിരിക്കും. എന്തൊക്കെയുണ്ട് മാഡം വിശേഷം? പിസ്തയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? പിസ്ത എനിക്ക് അത്ര ഇഷ്ടമല്ല. ചക്കവറ്റലിന്റെ റിവ്യൂ ആണ് ഗൈസ്. ഈ ഒരു ചക്കവറ്റല് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ക്രൗൺ പ്ലാസയുടെ കുപ്പിയാണ് ഇതല്ലേ ഗൈസ്. ഈ ഒരു ചക്കവറ്റൽ ഉമ്മ എവിടെ നിന്നോ വാങ്ങിച്ചോണ്ട് സണ്ണി ഡയമണ്ട്സിന്റെ അടുത്ത് ഏതോ കീടിലെ സാധനമാണ് കേട്ടോ. ഞാൻ ഇതൊരു 5-6 കുപ്പി തീർന്നു. വരുന്നവരൊക്കെ ഓരോ കുപ്പി ഒറ്റയ്ക്ക് അങ്ങ് തീർക്കും.
നമ്മളിന്ന് പോകുമ്പോൾ ഒരു കുപ്പിയായിട്ട് പോവാം. വെരി അങ്ങനെ ഹൈ ഡിമാൻഡ് ഐറ്റം ആണ്. വരൂ നമുക്കത് പിസ്ത കഴിക്കുന്ന നടത്തുന്നത്. ഹായ് കാർത്തിക് സൂര്യ. ഹായ് പിസ്തയുടെ taste പിസ്തയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ആക്ച്വലി നല്ല ടേസ്റ്റ് ഉള്ള പിസ്തയാണ്. ന്യൂസ് ചാനൽ ഇവിടെയാണ്. നല്ല ടേസ്റ്റ് ഉള്ള പിസ്തയാണ്. ഞാൻ എപ്പോ എറണാകുളത്ത് വന്നാലും ഒരിക്കലും മുടക്കാതെ വന്ന് കഴിക്കുന്ന പിസ്തയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഷാസിന്റെയും സനീറിന്റെയും ഉമ്മ അങ്ങനെയില്ല. ഷാസൊക്കെ 2 കിലോ തിന്നുമ്പോ എനിക്ക് അങ്ങനെയാണെന്നാണല്ലോ നമ്മൾ അറിഞ്ഞത്. അത് തികച്ചും മറ്റേ എന്തിനാണ് പറയണത്, ആരോപണം മാത്രമാണ് സുഹൃത്തുക്കളെ. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും തിന്നാറില്ല. ആരോപണം മാത്രമാണ്. അതെ, ജീവിച്ചു പോകാനായിട്ടുള്ള കഷ്ടപ്പാടാണ്. അപ്പൊ പിസ്ത തിന്നണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഷാസിന്റെ വീട്ടിലോട്ട് വരിക. ഇന്ന് സഹധർമ്മിണി പറക്കിയാണ് ഇന്ന് ഇട്ട് ബൗളിൽ ഇട്ട് കൊടുത്തത്. നെക്സ്റ്റ് നമുക്ക് കോൾ മീ ഷസാമിന്റെ അടുത്ത്. പുതിയ വീഡിയോ ഒക്കെ കണ്ടു, പക്ഷെ അത് ഇട്ടില്ലല്ലോ. സർപ്രൈസ് അല്ലേ? അതെ, സർപ്രൈസ് ആണ്. ചെറിയൊരു എഡിറ്റ് പാട്ടൊക്കെ ഇടണം, ഫായൊക്കെ ഇടണം. എന്നാലേ വരുമായിരിക്കും. അതിൽ വെച്ച് ഫായും കായും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാവും. നിങ്ങളുടെ സോറി നമ്മുടെ 1 മില്യൺ സ്റ്റാർ അല്ല 3 മില്യൺ സ്റ്റാർ 3.7 മില്യൺ സ്റ്റാർ നമ്മളിവിടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് വൈറലായതിന്റെ ഒരു? വൈറലായ പിന്നെ ഭയങ്കര ബിസിയാണ്. ഒരു ദിവസം പോലും തറയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ബിസിയാണ്. സിനിമ അടുത്ത് വാഴ3യില് ആക്ട്രസ് ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ കാസ്റ്റിംഗ് കോളിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഉടനെ വാഴകളുണ്ടല്ലോ അല്ലേ? നിന്റെ വീട്ടിലെ പറമ്പിൽ കുറെ വാഴ ഉണ്ടല്ലോ. ആ വാഴ കാരണം ഞാൻ കേൾക്കാത്ത കണ്ടിട്ടെങ്കിലും വിളിക്കണമെന്നാണ് എന്റെ പ്രതീക്ഷ. വാഴയുടെ മൂട്ടിൽ എന്തായാലും കാണും. സുഹൃത്തുക്കളെ, എന്റെ വീട്ടിലെ വാഴകൾ ഫേമസ് വാഴകളാണ്. അതെ അതെ അതെ. കാർത്തിക് സൂര്യയുടെ വാഴ നമ്മൾ ഒരു വാഴത്തോട്ടത്തിൽ നിന്നും തുടങ്ങിയതാണല്ലോ. അയ്യോ, ആ വാഴത്തോട്ടത്തിലല്ല, നീ തുടങ്ങി തന്നെ മറ്റേ വാഴത്തോട്ടത്തിന്റെ അകത്ത് നിന്ന് മൂത്രമൊക്കെ വെച്ചിട്ടൊക്കെയാണ്. അപ്പൊ ജീവിതത്തിൽ വാഴയ്ക്ക് ഭയങ്കര വലിയ പങ്കാണ്. എന്നെ നിന്നെയൊക്കെ എടുക്കണോടാ. ആണുങ്ങൾക്ക് ഗസ്റ്റ് നമുക്ക് സഹോദരന്മാരാവാം, ബോയ് ഫ്രണ്ട്സ് ആവാം, കെട്ടിയവന്മാരാവാം, വില്ലന്മാരാണല്ലേ. പക്ഷെയാണ് ഞാൻ ഇതിനൊരു പാട്ട് കിട്ടും. എന്തിനാ പാട്ട് മറന്നും പോയല്ല. വാഴ 4 നോക്കാം. നിങ്ങൾക്ക് വാഴ 4 ഉണ്ടേ, അത് നോക്കിയാൽ അപ്പൊ നമ്മളതാ ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി മിസ്റ്റർ കോൾ മീ ഫ്ലാഷ് ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. പുതിയൊരു മോഡ് പരീക്ഷിക്കുകയാണ് ഗൈസ്. പോർട്രേറ്റ് വീഡിയോ മോഡ്സ് കൊള്ളാന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ അത്ര വൈഡും അല്ല. നോക്കടാ, പോർട്രേറ്റ്സ് കുഴപ്പമില്ലല്ലേ? അല്ല, പക്ഷേ നമുക്ക് ബ്ലർ ആവണുണ്ടോന്നാണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആണല്ലേ ഫോക്കസ് ഓണാ. അതെന്ത് എൻ്റെ ഫോക്കസ് ആണ്. ലെറ്റ്സ് സീ ഗൈസ്. നമ്മുടെ പരീക്ഷണങ്ങളാണല്ലോ നമ്മുടെ ബ്ലോഗിങ്. നമ്മൾ കൊക്കോ ട്രീയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ സ്ഥിരം താവളമായ കൊക്കോ ട്രീ. ഷാസിന്റെ സാലഡ്. അവിടുത്തെ സലാഡ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, മറ്റേ പാസ്ത ആയിക്കോട്ടെ, അവിടെ സൂപ്പുണ്ട്, സൂപ്പ് ആയിക്കോട്ടെ. പിന്നെ നമ്മളെല്ലാരും കൂടെ ഷാരൂഖ് കയറ്റി പോയ ഓർമ്മയില്ലേ, ഒരു ചെറിയൊരു അവിടെ തന്നെ. അവിടുത്തെ ചിക്കൻ നല്ലതല്ലേ, നോർമലല്ലേ, മറ്റേ ആ ഒരു ഗ്രിൽ ചിക്കൻ പോലത്തെ. നോക്കട്ടെ ഗൈസ്, ഒന്നോടെ പോയി. എനിക്ക് അവിടുത്തെ പാസ്ത മതി. എനിക്ക് അതാണ് സനിബ്രോയ്ക്ക് അവിടെ ഷെയർ ഇല്ല. അതാണ് ഞങ്ങൾ ഇതുവരെ ഇപ്പൊ അവിടെ യവനാണ് ഷെയർ. എനിക്കല്ല, എനിക്കൊരു ഷെയർ ഒന്നുമില്ല ഗൈസ്. എനിക്കിപ്പം ഒരിടത്തും ഷെയർ ഇല്ല. ഞാൻ ഇപ്പൊ ഷെയർ ഇല്ലാത്ത ഒരുത്തനാ. അവിടെയും പോവാറില്ല. ഇപ്പൊ റഫിഖാനിൽ ഞാൻ കുറെ നാൾക്ക് ശേഷം മെനിയാന്നെന്തോ പോയി. അപ്പൊ അവൻ തന്നെ എന്നെ കണ്ട് ഓർമ്മയില്ലാതെ പോലെയൊക്കെ അഭിനയിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ അടുക്കളയിലുള്ളവരൊക്കെ നമുക്ക് പക്ഷെ ഷെയർ ഒന്നും വേണ്ട ഗൈസ്. നമ്മൾ ജസ്റ്റ് പോയി ഫുഡ് അടിക്കുന്നു. ഫുഡ് മാത്രം മതി. ഓഫ് കോഴ്സ് നമ്മളപ്പോ ഇൻട്രോവേർട്ട് ആവും. അയ്യോ കഴിഞ്ഞല്ലോ. താങ്ക്സ്. നീ എന്നെ ഇൻട്രോവേർട്ട് എന്ന് പറയുകയും ചെയ്യും. അവിടെ പോയി എടുക്കാനായിട്ട് ബെസ്റ്റ്. ആൾക്കാരെ കാണുമ്പോൾ പോയി എടുക്കുന്നത്. അത്രയ്ക്കൊന്നും ഞാൻ വളർന്നിട്ടില്ല. ഇനിയും ഒരുപാട് ദൂരങ്ങൾ ഞാൻ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ കൊക്കോട്രിയിൽ വന്നിരിക്കുകയാണ് വിത്ത് കാർത്തിക് സൂര്യ, വർഷ ആൻഡ് ഷസാൻ. നമ്മളിവിടെ നിന്ന് എന്താണ് കഴിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫേവറേറ്റ് സാലാഡും എൻ്റെ ഫേവറേറ്റ് പാസ്തയും, പിന്നെ ഇവർക്ക് ചിലപ്പോൾ ഗ്രിൽഡ് ചിക്കനായി.
കഴിഞ്ഞ അയ്യോ ഇനിയുണ്ടോ? ഇവ ഇപ്പൊ സംസാരത്തിൽ കാട്ടി കൂടുതൽ പാട്ടാണല്ലോ പാടുന്നത്. ഇവന് ഡയലോഗ് ഇപ്പം എനിക്ക് തോന്നുന്നത് അത് മറ്റേ രാഗത്തിന്റെ രൂപത്തിൽ പാടിക്കൊണ്ട് നടക്കലാണ് ഇപ്പം കാർത്തിക്കിന്റെ മെയിൻ ഹോബി. ഇതാണ് നമ്മുടെ കൊക്കോട്രിയുടെ എൻട്രൻസ്. നല്ല രസമാണ്. അവിടെ പൂവൊക്കെ ഉണ്ട്. കണ്ടോ, പൂവാണെങ്കിൽ ഇങ്ങനെ സിനിമാറ്റിക് ഷോട്ടാണ് ഇത്. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് വരാം. നമ്മൾ പരിചയമുള്ള ഒരാളെ കണ്ടു ഗൈസ്. ഓക്കെ, നിങ്ങൾ എന്താണ് കണ്ടേ? കുഴപ്പമില്ല. ഐ എന്നെ കാണിക്കട്ടാ, കുഴപ്പമില്ലല്ലേ? ഇതായിരിക്കുന്നു ഗൈസ്. നമ്മളെന്തോ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നീ. അയ്യോ, ഹൈ ബ്രോ, സോറി, വ്ളോഗ് മോഡിലായി പോയി. ഹൈ സനു, ഹൈ. അപ്പം നിങ്ങൾ ഡിന്നറായി മീറ്റിംഗ് ആയിരിക്കുമല്ലോ, നടക്കട്ടെ, നമ്മൾ അവിടെ പോയി. അപ്പോൾ ഞാനിവിടെ വരട്ടെ, സമാധാനം. ആവശ്യമുണ്ടോ? സ്ഥിരം സാധനങ്ങളെ ഓർഡർ ചെയ്യും. മെനു ഗഹനമായി പഠിക്കുന്ന കപ്പിൾസ്, മെനു കാണാപ്പാടം പഠിച്ചിരിക്കുന്ന ബ്ലോഗർ അല്ല ടെക്കി, പിന്നെ ഇവരെയൊക്കെ നോക്കിയിരിക്കുന്ന ഞാൻ. അപ്പോൾ ഗൈസ്, ഹമ്പിളിനെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹമ്പിളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഹമ്പിൾ കാലിക്കറ്റിൽ നിന്ന് വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കാണാതായി പോയ അളിയനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതെന്നടാ നല്ലത്. വെൽ ഡൺ പപ്പിക്കുട്ടി. നമ്മളുടെ ഞാൻ ഇത് കളിച്ചു തീർത്തറ. സൂപ്പർ ഗെയിം കളിയാണ്. ഞാനിപ്പോ ഇവൻ പറഞ്ഞ സ്പൈഡർമാനെ കളിച്ചോണ്ടിരിക്കണം. ഒരു രക്ഷയില്ല. കൊള്ളാവോടാ. ഞാൻ ഇപ്പൊ എന്റെ തെറപ്പിയാണത്. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ന്യൂയോർക്കിലോട്ട് ഇറങ്ങും. ചുമ്മാ വെബൊക്കെ വിട്ട് വില്ലന്മാരെ ഇതുപോലെ ഇങ്ങനെ സ്റ്റോറി മോഡ് അല്ലാതെ ഓപ്പൺ വേൾഡ് അതാണ് GTA എന്ന് വെച്ചാൽ നമുക്ക് നിലത്തൂടെ നടക്കാൻ പറ്റും. ഒരു ബിൽഡിംഗ് കണ്ടാ ചാടി കയറാൻ പറ്റൂല. അവിടെ കയറാം. ഇത് വലയിട്ട് കളിയാണല്ലേ? ഏതാണ് സ്പൈഡർമാൻ? സ്പൈഡർമാൻ 2 സെക്കൻഡ്. നിന്റെ PS4 PS5 എന്നിട്ടാണ് നീ കളിക്കാതിരിക്കുന്നത്? ഞാൻ അൺചാർട്ടഡ് കളിച്ച് തീർത്തിട്ടുണ്ട്. ഓ, ഈ ഗെയിം ഞാൻ കളിച്ച് തീർത്ത ഗെയിമാണ്. സെയിം ഫീൽ. ഗെയിം വാസ് മീറ്റ് ബൈ ഗൈസ്. ഒന്നുകൂടെ പാട്ട് പാട്. അല്ല ഇപ്പഴാണോ? ജോണിക്ക് പംകിൻ എൻജിൻ. അല്ല, പംകിൻ എൻജിൻ. ഓ, തട്ടിയിടരുത് പ്ലീസ്, തട്ടിയിടരുത്. എന്റെ പംകിൻ സൂപ്പ്, എവന്റെ കോസ്റ്റൽ ചിക്കൻ സൂപ്പ്. ഞാൻ ബ്രെഡ് നല്ല നൈസായിട്ട് മാറ്റി ഫൊക്കാഷ്യ ബ്രെഡാക്കി ഗൈസ്. ഓഫ്, ലൈറ്റിന്റെ ഇഷ്യൂ. കുറച്ച് നേരത്തേക്ക് സാധനം പങ്കെടുക്കും ഗൈസ്. ഞാൻ ഇത് മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്, എന്നാലും കഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ പാസ്ത പെട്ടെന്ന് വരും. അതിന് മുമ്പേ ഞാൻ മൊത്തം കഴിച്ച് ചേർത്തേക്കാം. എപ്പടി സൂപ്പർ അല്ലേ? ഇതിന്റെ അകത്ത് അരിച്ചോട്ടിട്ട് എന്നൊരു സാധനമുണ്ട്. ആർട്ടിച്ചോക്ക്. ആ സാധനം അരിച്ചോറ് അരിച്ചാക്കെന്നൊക്കെ പറഞ്ഞ് അതിനെ നശിപ്പിച്ച് ഇതിലാ സാധനമുണ്ട്. ഏതിന്റെ അത്ര യവൻ തിന്നണ ആ സാലഡ്. എന്തിനാണത്? ഇവള് പിന്നെ ബോട്ടണി പഠിക്കണോണ്ട് ഇവക്ക് എല്ലാം അറിയാം കേട്ടാ. മുടിയിലെന്താ ചെയ്തത്? അവള് മറ്റേ ചുരുട്ടി ഒരു വ്യത്യാസം. ഇങ്ങനെ ചിത്രം ചുരുണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ ഒന്ന് ചുരുട്ടി. പക്ഷെ അവള് കെട്ടി വെച്ചോണ്ടാണ് പിരുത്തിടാറേ ഇല്ലേ. ഗൈസ്, ഞാൻ സൂപ്പ് നല്ല റിച്ച് പംകിൻ സൂപ്പ്. എന്റെ ഭാര്യ വരുന്നുണ്ടോ നാളെ? ഓ, വിരഹ ദുഃഖത്തിൽ അലഞ്ഞു തിരിഞ്ഞ ഹമ്പിളിന്റെ. ഒരു മാസം കാണും. പിന്നെ അവളെ കൊണ്ടുപോകാൻ കൊച്ചിയിൽ അവള് ബോംബ് വല്ലതും ഉണ്ടായിരുന്നു, ഡ്രോണോ ആണല്ലേ? നല്ല എമ്മി സൂപ്പ് ഗൈസ്, നല്ല റിച്ച്. നിങ്ങളൊന്നും സൂപ്പാണ് രണ്ടുപേരും. ഓ, ഇത് 1/2 ഒക്കെ ആക്കി കുടിക്കാനുള്ളതാണ്. സത്യം കേട്ടാ. അത് ചിക്കനാണ്. ഇത് തായ് ചിക്കൻ. ഇത് പംകിൻ. കഴിഞ്ഞ സവർഡോ ആയിരുന്നു, ഞാൻ മാറ്റിയത് ഫൊക്കാസി ആക്കി മുട്ടിക്കൈ.
ഞാൻ കണ്ടു ചേർത്തുണ്ടോ അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. അഡീഷണൽ ലെൻസ് വല്ലതും വെച്ചിട്ടുണ്ടോ? ഇല്ലടാ ഇതിങ്ങനെ തന്നെ. ഇത് ഏതാണ് GoPro? ഇത് മറ്റേ DJI ആക്ഷൻ 6. അടിപൊളി ഡിസ്പ്ലേ ഉണ്ടല്ലോ മുമ്പിൽ. ഞാൻ കാണാം നല്ല ക്ലിയർ ആയിട്ട്. ലോ ലൈറ്റ് ഒന്നല്ല. കുഴപ്പമില്ല. സൂപ്പർ എന്തോ നൈറ്റ് എന്നൊരു മോഡുണ്ട്, അതാണ് ഇപ്പൊ ഇട്ടേക്കണം. അങ്ങനെ കുറച്ച് ബൂസ്റ്റ് ചെയ്തേക്കണം ലൈറ്റ് ഒക്കെ. ഗൈസ് എൻ്റെ പാസ്ത വന്നിരിക്കുകയാണ്. ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പാസ്ത ഇൻ ദ വേൾഡ് ഇൻ കൊച്ചി. സിമ്പിൾ ആൻഡ് ഹംബിൾ. ഒരു സോസും ഇല്ല. വേൾഡിലൊന്നുമല്ല, ഇതിനെക്കാട്ടി നല്ലതാണ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇല്ലല്ല വേൾഡിലല്ല ഇൻ കൊച്ചി. ഇൻ കൊച്ചി വേൾഡിൽ തന്നെ ഇൻ കടവന്ത്ര. ഞാൻ പറയും ഇൻ കടവന്ത്ര. സാനി ചുമ്മ ഞാൻ എത്ര അലിയോ കഴിച്ചേക്കുന്നു. നീ എത്ര അലയോളിയോ കഴിച്ചേക്കുന്നത്. പക്ഷേ ഈ അലിയോലിയോ ഇന്ത വേൾഡ് ആണോ ഇന്ത ഗ്ലോബ് ആണോ? അല്ലടാ ചിക്കൻ ഉണ്ട്. പാസ്തയാണോ? നമ്മളോടൊക്കെ നൂഡിൽസ് പോലെ. അതിനെക്കാരും തള്ളക്കിളിപ്പിക്കരുത്. എന്താണ് നൂഡിൽസ്? എന്താണ് വേൾഡ് ഞാനത് എനിക്കറിയാം, ഇത് സ്പെഗറ്റി അല്ലേ? കൊള്ളൂലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഷിറ്റ്. ഇവിടെ എന്തോ എന്ന് പാത്രം എടുത്തോണ്ട് ഇവിടുന്ന് വിഴിഞ്ഞു. അതെടുത്തോ, കുഴപ്പമില്ല. നേരത്തെ അങ്ങനെയല്ല, നേരത്തെ മറ്റേ മൺവെട്ടിയൊക്കെ എടുത്തിട്ട് ചെടിക്ക് മറ്റേ മണ്ണെടുക്കണമല്ല. എന്നാണോ അതാകുമ്പോ അടുത്ത് വെച്ച് കുറച്ചെടുത്താൽ അതില്ല. മറ്റേ എടുക്കണ പോലെ എടുത്തോണ്ട് മൊത്തം പ്ലേറ്റ് കുഴപ്പമില്ല. മൈൻഡ് ചെയ്യണ്ട. എനിക്ക് പാസ്ത അത്ര ഒരു ഇഷ്ടം. ചെറിയ മൺവെട്ടി മൊത്തം കഴിച്ചിട്ടാണ് കുഴപ്പമില്ല എന്ന് പറയണം. കുഴപ്പമില്ല കഴിച്ച് കുഴപ്പമില്ല. അത് തന്നെ. ഇതെന്തോ വേറെ പാസ്ത പറയേണ്ടി വരുമല്ലോ ഇത്. അനുപ്രോ കഴിച്ചോ? അനുപ്രോ അല്ല ഞാൻ ആഗ്രഹമുണ്ട്. ഇവയൊന്ന് ഈ പ്ലേറ്റിന്റെ മുകളിൽ നിന്ന് എണീക്കണ്ടേ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇതെന്റെ ഒരു കൂട്ടുകാരിയായിട്ട് വരും ഗൈസ്. നിങ്ങൾ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ടൊരു എന്റെ ഒരു വ്ളോഗിൽ വന്നിട്ടുണ്ട്. അപ്പൊ ശരി, വലിയ ബിസിനസ് ഡീലൊക്കെ അല്ലേ നടക്കട്ടെ. അവളെ കിട്ടാനില്ല ഗൈസ്, കാണാൻ കിട്ടൂല അവളെ. ഭയങ്കര അങ്ങനെ ഇനി അങ്ങനെ ഓക്കെ ബൈ. ഞാൻ കഴിച്ചു തരാം ഗൈസ്. എവന്റെ തനിനിറ ഞാൻ കാണിച്ചു തരാം. റെക്കോർഡൊക്കെ ഞാൻ മറന്നുപോയി. എവന്റെ തിന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാര് കള്ളനാണ്. പ്രൂഫ് ഇല്ലാത്ത ഒരു വസ്തു നിങ്ങൾ വിശ്വസിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങളെ വിശ്വസിച്ച ഗൈസ്. നല്ല രീതിയിൽ എല്ലാം നല്ലപോലെ പുട്ടടിച്ച് എന്റെ പാസ്ത ആദ്യം തീർത്തത് എവനാണ്. പിന്നെ എവന് ഒരു സ്പൂണാണ് ആകെ തിന്നേടാ. ഞാൻ ഒരു സംഘത്തിന്റെ ഇടയിലായി പോയി, അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാറില്ല. ഇവൻ കുറച്ചെടുത്തോളൂ. അവനെ എനിക്ക് വിശ്വസിക്കാം. വെളിയിൽ നിന്ന് പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് പ്രൂഫ് ഇല്ലാതാക്കിയിട്ട് തിന്നവരാണ് ഗൈസ്. ഭയങ്കര കണ്ണിങ് ആൻഡ് ഫെന്റാസ്റ്റിക് ഫുൾ പ്രൂഫ്. അവിടെ നിന്ന് എടുക്കുന്നത് പറഞ്ഞില്ല. എനിക്കൊരാൾ ഇവിടെ എനിക്ക് സപ്പോർട്ട് കിട്ടി. പറയൂ ആകെ ഉണ്ടായിരുന്ന ചിക്കൻ ബോക്സ് ആരാണ് എടുത്തത്? അവന് മനസ്സിലായി നമ്മൾ കള്ളം പിടിച്ചെന്ന് മനസ്സിലായി. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അപ്പൊ ഞാൻ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതും കൂടെ പോകും. ഈ കത്തി എടുക്കാൻ ഓക്കെ ശരി ഗൈസ് ബൈ. നീ വന്നാ നീ എന്താ ഇവിടെ? ഫാൻസിന് വേണ്ടി വന്നു. എന്റെ ഫ്രണ്ട്സുമായിട്ടാണ് വന്നത്. പോയാ എന്നിട്ട് ഫുഡ് ഡിന്നർ പാർസലിട്ട് പോണം. എന്തോ ഫൈവ് സ്പൈസ് ഹോട്ട് സേറി. അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. സെപ്പറേറ്റ് ആണ്. ഈ ബില്ലില്ലല്ലോ. അങ്ങനെ ദിയ ഫാൻസ് ഹാപ്പി ആയല്ലോ ഗൈസ്. അവളെ കിട്ടിയല്ലോ. അതോ അടുത്ത് നിന്ന് ദിവസവും നിലവിളിയും കൊലവിളിയാണ്. അവളെ കാണില്ല. അപ്പൊ എല്ലാരും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ചോറും മീൻമുട്ടയും ഉച്ചക്ക് തട്ടിയിട്ട് രാത്രി വേറെ എവിടെ പോയി തട്ടിയിട്ട് ആയി പോകുന്നേ. ഒരാളുടെ ഫാദർ ഇവിടെ അഡ്മിറ്റ് ആണ്. അപ്പോൾ ലൈക്ക് ഷോറിൽ അഡ്മിറ്റ് ആക്കി അവിടെ പോയി എല്ലാം എടുക്കുകയാണല്ലേ. ജീവിതം മുഴുവൻ എടുക്കുകയാണ്. CCTV വിറ്റ് കഴിയാറായി. പുതിയൊരു ജീവിതം വേണം.
ഭയങ്കര ഫാൻസാണ്. അപ്പം എന്നെ ഒന്നും ഒരുത്തനും കാണണ്ട. ചേച്ചി എവിടെയാണ്, ഡോക്ടർ ചേച്ചി എവിടെയാണെന്ന് ചോദിച്ചു ഓരോരുത്തന്മാർ. ഞാൻ പറഞ്ഞേ ഇത് എന്റെ വ്ളോഗ് ഒരു തായാണ് അല്ല ആദ്യം പോലെ ജംഗിൾ പ്രോൺസ്, ജംഗിൾ കറി, ബർമീസ് ജംഗിൾ കറി, മൗഗ്ലിയൊക്കെ ഉണ്ടായിരുന്നു. ജംഗിൾ ബർമീസ് കറി എങ്ങനെ ഉണ്ട്? എല്ലാം കൊള്ളാം. തായ് സൂപ്പില് ചോറിട്ടത്. ജാസ്മിൻ റൈസ് കഴിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസത തോന്നുന്നു? ജാസ്മിൻ എവിടെയെന്നാണ് ഞാൻ നോക്കുന്നത്. പേര് മാത്രമേ മനസ്സിലാലോചിച്ച് എന്ത് ഒരു മുല്ലപ്പൂ മുല്ലപ്പൂ മണക്കുന്നു, മനസ്സിൽ ആവാഹിച്ചിട്ട് മുല്ലപ്പൂ മൊത്തത്തിന്റെ വായിൽ വിരിയുന്നു. യക്ഷിയുടെ പണമെങ്കിലും കിട്ടണല്ലേ? കല്യാണത്തിനൊക്കെ പോയവരുണ്ട്. അതാണ് അത് തന്നെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഐമാക്സ്. ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? ഫാൻസിനോട് പറയാനുള്ളത് കേട്ടല്ലേ? പോടോ പോണോ? ഓക്കെ, അത് മതി. അത്രയും കട്ട് ചെയ്തോ. ഇത് സനുബ്രോ മറ്റേ ഇത് നേരത്തെ പാടിയതിന്റെ ബാക്കി അമ്പിള് പാടും. ഇപ്പൊ ഏത് പാട്ട്? അമ്പിള് പാട്ടുകാരൻ, അമ്പിൾ മ്യൂസീഷ്യൻ എന്നാണ് അവന്റെ ഫുൾ നെയിം. ചെറുതായിട്ട് ഇതിലും പാട്ട് നല്ലോണം പാടുക അവൻ. ഞാനുള്ള തുടങ്ങണം. വെളുപ്പാങ്കാലം തോട്ടിൻകരയെത്തേണം, ചുണ്ടത്ത് ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. സ്മൂത്തായി കാര്യം കാണാൻ പഴം 2 കഴിക്കണം, ഫലം കണ്ടു തുടങ്ങിയിടും ആ ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻകരയെത്തേണം. നല്ലതല്ലേ, നല്ലതല്ലേ ഓഡിയൻസ്? ഇല്ല ഇനി വേണോ? ഇല്ല ഇല്ല, എത്ര ഉള്ളൂ. ഹാപ്പി പാട്ടുകളും പാടിക്കൊണ്ട് നടക്കണ പീപ്പിൾ. ഈ മൈക്ക് ഉറക്കാൻ നിൽക്കണം, പക്ഷെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഷിറ്റ് പാട്ടൊക്കെ പാടിപ്പിക്കുകയാണ് പാവപ്പെട്ടവനെ കൊണ്ട്. രാത്രി ഇരുന്ന് മറ്റേ ഡുവറ്റൊക്കെ പാടിക്കൊണ്ടിരിക്കണം. അല്ല മറ്റേ 11 മണി അൺപ്ലഗ്ഡ് ആണ്, അൺപ്ലഗ്ഡ്. ഓക്കെ ഗൈസ്, എടാ ടാറ്റ ബാഡി പോയിട്ട് ഗൈസ് ബൈ. ഓ ആ ഓക്കെ ഗൈസ്, ഓക്കെ റെഡി, ബൈ ഗൈസ്, ഗൈസ്. ഇവര് മൈക്കിൾ കാണാൻ പോവാണ്. നാളെ പറയണേ പടം കൊള്ളാവോ ഇല്ലേ? ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ, ബൈ ബൈ, സീ യു. Every single